ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഫ്രൈഡേ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കറ്റ് ക്രാഷിന് ശേഷം പുതിയൊരു വീക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും ഏതൊക്കെ ലെവൽസ് നിഫ്റ്റിയെ വാച്ച് ചെയ്യണമെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇപ്പം വെള്ളി, ശനി, ഞായർ 3 ദിവസം കഴിയുകയാണ്. അപ്പം മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പലരും ഇപ്പം നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം ഒരുപാട് ലോസ് പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. കാര്യം സ്വിംഗ് ട്രേഡ് എടുക്കാനും ഇൻട്രാഡേ പൊസിഷൻ എടുക്കാനും എല്ലാം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവർക്ക് പലർക്കും ലോസ് ഉണ്ടായിട്ടുണ്ടാകും. സോ ആ ഒരു റിക്കവറി, ആ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് ആരും ഇറങ്ങിത്തിരിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ലെവൽസൊക്കെ ഒന്ന് നോക്കിയ ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. സോ ഇപ്പോൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലോസിങ് നോക്കുകയാണെങ്കിൽ ഒരു ഇടസമയത്തുണ്ടായത് കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടായ ഒരു ഏറ്റവും വലിയ എന്താ പറയുക ബാഡ് ക്ലോസിങ് അല്ലെങ്കിൽ റെഡ് ക്ലോസിങ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത് അല്ലേ. അപ്പം ഡേ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കഴിഞ്ഞ എത്ര ദിവസമായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 1 2 3 4 5 6 കഴിഞ്ഞ 7 ദിവസവും മാർക്കറ്റ് വളരെ മോശം അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു അപ്സൈഡ് തന്നു, ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയായിരുന്നു. എന്തുകൊണ്ട് സ്ട്രക്ചർ ബ്രേക്ക് തന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് ശേഷം മാർക്കറ്റ് അത് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ താഴോട്ട് വന്നു. സോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു റിവെഞ്ച് ട്രേഡിനോ അല്ലെങ്കിൽ പുതിയ പൊസിഷൻസോ എടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്കിവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇനി ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സോൺ തന്നെയാണ് അല്ലേ. ഈ ഒരു സോണിൽ തന്നെയാണ് മാർക്കറ്റിൽ ഒരു മേജർ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയായിട്ടുള്ളത്. സോ നിഫ്റ്റിയിൽ എൻ്റെ വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഈ ആഴ്ചയില്ല. നമ്മൾ എന്ത് വ്യൂ എടുത്താലും മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുള്ളൂ. സോ ബേസിക്കലി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ചെറിയ ഡൗൺ സൈഡും കൂടെ വന്ന ശേഷം മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ കണ്ടിരുന്ന ഒരു ബുള്ളിഷ്നെസ് ഈ ഒരു ഭാഗത്തൊക്കെ വന്ന ഒരു ബുള്ളിഷ്നെസ് എന്തായാലും നമുക്ക് നാളെയും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും തുടരുമെന്ന് നമുക്ക് പറയാനൊന്നും കഴിയത്തില്ല. സോ ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന ചെറിയൊരു പ്രതീക്ഷയോട് മാത്രം നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് വലിയ പൊസിഷൻസ് ഒന്നും എടുക്കാൻ പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊരു 3 ദിവസം മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയ ശേഷം മാത്രം ഒരു സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് പ്രഷർ കണ്ടെങ്കിൽ മാത്രം നമുക്കൊരു എന്താ പറയുക, ഒരു ബൈയിങ്ങിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത പക്ഷം നമുക്ക് ഷോർട്ട് സൈഡ് ട്രേഡുകളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്കൊന്ന് പോവാം. ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് മനസ്സിലാവും നിഫ്റ്റിയുടെ ഏകദേശം ഒരു പകർപ്പ് തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ കുറച്ചും കൂടി ഒരു സ്ട്രക്ചറലി എന്താ പറയുക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഏരിയ മാർക്കറ്റിൻ്റെ ഒരു സപ്ലൈ സോൺ ആയിരുന്നു നിഫ്റ്റിയിലെ ബാങ്കിൻ്റെ. ആൻഡ് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഇൻറ്റൻഷൻ മാർക്കറ്റിലൂടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് മാർക്കറ്റ് ശേഷം എന്ത് സംഭവിച്ചു, ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ചെത്തി 53,540 എന്നുള്ള റേഞ്ചിൽ തിരിച്ചെത്തിയ ശേഷം മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് എത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഇനി ഒരു 4-5 ദിവസവും കൂടെ ഒന്ന് മാർക്കറ്റ് സ്റ്റേബിൾ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രംപിൻ്റെ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് സ്റ്റേബിൾ ആവുന്നുണ്ടോ എന്ന് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ശേഷം മാത്രം നമുക്ക് പുതിയ സ്റ്റോക്സ് എടുക്കാനുള്ളൊരു ഡിസിഷനിലേക്ക് പോകാൻ, സ്വിംഗ് ട്രേഡ് എടുക്കാനുള്ള ഡിസിഷനിലേക്ക് പോകാം. ബട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇൻട്രാഡേ ലെവൽസൊക്കെ മേ ബി നിഫ്റ്റിയിൽ നമുക്കിങ്ങനെ വരച്ചിടാം. ഇത് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് പ്രത്യേകിച്ച് ലെവൽസ് വരയ്ക്കുന്നതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. മാർക്കറ്റിന് എവിടം വരെ ഡൗൺ സൈഡ് പോകാൻ തോന്നുന്നു അവിടെ വരെ പോകും. കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ FIAസും കനത്ത സെല്ലിങ്ങാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സെല്ല് നടത്തുന്നതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലൊന്ന് ചൈനീസ് മാർക്കറ്റിലേക്കുള്ള എന്താ പറയുക, ഒരു കടന്നുകയറ്റവും അല്ലെങ്കിൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ FIAസ് നമ്മളെ മാർക്കറ്റിനെ കാട്ടി അവർ പ്രിഫർ ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റ് അല്ലെങ്കിൽ US മാർക്കറ്റ് അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റ് എന്നിവയൊക്കെയാണ്. സോ അവരുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് എന്തായാലും ഞാൻ കുറച്ച് സ്റ്റോക്സൊക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് ക്രാഷ് ആയാലും ഇല്ലെങ്കിലെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ സ്റ്റോക്സ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അങ്ങനെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ എടുത്തിട്ടേക്കുന്ന ഒരു സ്റ്റോക്കുകൾ ഒന്നാണ് ITC. ജസ്റ്റ് എവിടം വരെയൊക്കെ ട്രാവൽ ചെയ്യും, ഇനിയും ITC ഇടിയാൻ സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ വരുന്ന ദിവസം പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും 370 അല്ലെങ്കിൽ 380 ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സോൺ എന്ന് പറയുന്നത് ITCയുടെ ഒരു നല്ല ഡിമാൻഡ് ഏരിയാസ് ആണ്. മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അതോ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ വരുമോ എന്നുള്ളത് കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ 6 കാണുമ്പോഴത്തേക്കും മാർക്കറ്റിന് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിൽ. സോ ITCയിലെ ഈ ആഴ്ചത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ വേണമെങ്കിൽ കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ATC നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ പഠിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് എയർടെൽ ലിമിറ്റഡാണ്. അപ്പോൾ എയർടെൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് വന്ന ശേഷം ബട്ട് മാർക്കറ്റ് ക്രാഷ് സമയത്ത് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എയർടെൽ പിടിച്ച് നിൽപ്പുണ്ട്. കനത്ത സെല്ലിംഗ് ഒന്നും എയർടെല്ലിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ എയർടെൽ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുകയാണ്. എയർടെൽ ഈ ബേസ്, ഇതാണ് ബേസ്. എയർടെലിൻ്റെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1800 എന്നുള്ള ലെവലാണ്. അപ്പോൾ 1800 എന്നുള്ള ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഞാൻ എന്താ പറയുക എയർടെലിൽ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ഈ ഏരിയ റീടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് എത്തുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണാം. ഓക്കെ, അടുത്ത എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് ലാർസൻ ആൻഡ് ടർബോയാണ്. അപ്പോൾ LNT ഞാൻ പഠിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ കുറച്ചധികം, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസങ്ങൾക്ക് ശേഷം 2024 ശേഷം ഉള്ള ഒരു വലിയൊരു എന്താ പറയുക ബയേഴ്സിൻ്റെ പ്രസൻസ്, ആ ഒരു സമയത്തിന് ശേഷം മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ കാണിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പം ഈ ഒരു സോണ് 3730 എന്നുള്ളൊരു സോണ് കുറേ കാലത്തിന് ശേഷം മാർക്കറ്റ് വെള്ളിയാഴ്ച ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി സാമാന്യം ഭേദപ്പെട്ടൊരു ക്ലോസിംഗ് നിന്നു. സോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ LNT ഈ വീക്കിൽ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എൻട്രി എടുക്കാനൊന്നുമല്ല, മറിച്ച് നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടാണ് എടുത്ത് വച്ചിരിക്കുന്നത് LNT. അപ്പോൾ നമുക്ക് LNT എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ബുള്ളിഷ് മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഫണ്ടമെൻറ്റൽസും വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പഠിച്ചിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സമയങ്ങളാണല്ലോ ഇനിയുള്ള ദിവസങ്ങൾ. മാർക്കറ്റ് ക്രാഷ് ആണെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിനെ കാട്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ല നല്ല സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് LNT അടക്കമുള്ള സ്റ്റോക്സിൻ്റെ എൻ്റെ സ്റ്റഡി പർപ്പസിലുള്ള കാര്യങ്ങൾ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ആൻഡ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതീവ നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 8666 ആണ്. ആൻഡ് മേ ബി നമുക്ക് നോക്കാം ഈ 7452 റേഞ്ചിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. ഈ ബ്രേക്ക് ഔട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ട്രയാങ്കിൾ പാറ്റേൺ തന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തേക്കുന്നത്. സോ മേ ബി റീടെസ്റ്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. പിന്നെ ഇതിൽ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ബട്ട് ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി എൻട്രി എടുത്തൊരു സ്റ്റോക്കായിരുന്നു RBL ബാങ്ക്. RBL ബാങ്ക് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസമായിട്ട് ഈ സ്റ്റോക്ക്, അതായത് ബാങ്കിങ് സ്റ്റോക്സ്, നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി സെല്ലിങ് നടക്കുവാണ് നമുക്കറിയാം. ബട്ട് RBL ബാങ്കിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സ്റ്റോക്കിൻ്റെ ഒരു ഇൻറ്റൻഷൻ അപ്സൈഡാണ്. ഓരോ തവണയും ഈ സ്റ്റോക്ക് പോയ രീതി നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ഇതാണ് ഒരു ബേസ് അല്ലേ, ഒരു ബേസ് തന്നു. ആ ബേസിൽ നിന്നും ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഈ സ്റ്റോക്ക് ഹയർ ഹൈ തന്ന് ഫോർമേഷൻ തന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടുന്ന് സ്റ്റോക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെയുള്ളൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് മൊമെൻറ്റമാണ് ഇത്രയും വീക്ക് ഡേയ്സിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് RBL ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് ഇപ്പോഴും വെച്ചേക്കുന്നത്. ആൻഡ് എനിക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡും ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ട്രേഡിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ എൻട്രി എടുത്തൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് RBL ബാങ്ക് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി RBL ബാങ്കിനെ വലിച്ച് താഴെ ഇടുവോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പം 250 മുകളിലാണ് RBL ബാങ്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ബേസ് ഉണ്ടല്ലോ, ഈ ഒരു ബേസ് തന്നെയായിരിക്കും RBL ബാങ്കിൻ്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. 250 റേഞ്ച് RBL ബാങ്കിൻ്റെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ 280 ഇതാണ് RBL ബാങ്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഇത്രയും സ്റ്റോക്സ്, മിനിമം സ്റ്റോക്സിനെ ഇട്ടിട്ടുള്ളൂ. കാര്യം ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിക്കാനാണ് ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത്. കാര്യം ഇത്രയും സ്റ്റോക്സ് ഞാൻ കുറച്ചധികം ദിവസമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ കൂടുതൽ സ്റ്റോക്സ് ഒന്നും നോക്കാതെ വളരെ ലിമിറ്റഡ് സ്റ്റോക്സിൻ്റെ പ്രൈസ് ആക്ഷൻ ഈ ഒരു മോശം ടൈമിൽ, ഈ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ നേടുന്ന സമയത്ത് നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.